ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഇളനീറും മുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാൻ ആദ്യം തന്നെ ഇളനീർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പരമാവധി അതിൻ്റെ ബ്രൗൺ കളറൊക്കെ മാറ്റുക. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ 2 മീഡിയം സൈസുള്ള ഇളനീറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഇളനീർ തന്നെ നോക്കിയിട്ട് എടുക്കുക. എനിക്കൊന്ന് നല്ല സോഫ്റ്റ് ഉള്ളതും ഒന്ന് കുറച്ചൊരു മൂത്തതുമാണ് കിട്ടിയിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. 5 മുട്ടയ്ക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ വേണ്ടത്. ഇനി അതിലേക്ക് അരയാൻ ആവശ്യമായിട്ടുള്ള ഇളനീർ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇളനീർ വെള്ളം ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം, ഭയങ്കര ലൂസായിട്ട് അരച്ചെടുക്കരുത്. വെള്ളം കുറച്ച് ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ അരച്ചെടുത്തത് ഒരു ജാറിലേക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണേ, എന്നാലേ സ്നാക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. 5 മുട്ടയ്ക്ക് 5 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറാണ് കേട്ടോ വേണ്ടത്. മിൽക്ക് പൗഡർ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണേ, എന്നാലും നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 5 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കണം. എല്ലാം ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി, ഒരുപാട് സമയം ഇട്ടടിക്കരുത്. അപ്പോൾ നമ്മുടെ സ്നാക്കിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. ഇനി ഇതിലേക്ക് മൈദ കൂടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഗീ ഒഴിച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ചെറിയ പാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പാനിൽ ഭയങ്കര തിന്നായിട്ട് ആക്കിയെടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് കുറച്ച് ഹൈറ്റിലാണ് കിട്ടാൻ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. ഇളനീരിനെ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ റെസിപ്പിയും എൻ്റെ വീഡിയോയും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ.